നീ അന്നൊരു അങ്കിളിന്റെ കാര്യം പറഞ്ഞില്ലേ, കൊളസ്ട്രോൾ ഒക്കെ വളരെ കൂടുതലായി എന്നുള്ളത്. ആളുടെ കാര്യം പിന്നെ ഒന്നും പറയണ കേട്ടില്ലല്ലോ, അതെന്തായി? ഞാൻ ജീവിതശൈലിയുടെ കാര്യം മരുന്നുകളുടെ കാര്യം ഒക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷെ പുള്ളിക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. പുള്ളി ഏതാണ്ട് ഇരുമ്പമ്പുളി ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനെ എന്തോ ആണ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല പ്രശ്നം. ആൾക്ക് കുറച്ച് നാളായിട്ട് കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് ആയിട്ട് പ്രശ്നം പറയുന്നുണ്ട്. ഇരുമ്പമ്പുളി ജ്യൂസോ? വെറുതെ അല്ല കിഡ്നി സ്റ്റോൺ വന്നത്. അതെന്തേ? ഇരുമ്പമ്പുളി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖം വരുമോ? എടി, ഒന്നാമത്തെ കാര്യം, ഇരുമ്പമ്പുളി അങ്ങനെ പച്ചയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ടൊന്നും പാടില്ല. അത് ഒട്ടും നല്ലതല്ല. ഇതുപോലെ ജ്യൂസ് അടിച്ച് ഒരുപാട് കുടിക്കുവാണെങ്കിൽ ഇത് കാരണം ഓക്സലേറ്റ്, ഈ ഇരുമ്പമ്പുളിയിലൊക്കെ ഓക്സലേറ്റ് നന്നായിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങൾ വരും. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ, ഓരോരുത്തർ പറയണ കേട്ടിട്ട് ഓരോന്ന് കുടിക്കാൻ നിൽക്കരുതെന്നും ഓരോ വീഡിയോസ് കണ്ട് അതുപോലെ മണ്ടത്തരങ്ങൾ ചെയ്യരുതെന്നും പല വട്ടം ഞാൻ പറഞ്ഞു കൊടുത്ത കേക്കണ്ടേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ആകെ കൂടിയിട്ട് കൊളസ്ട്രോളിന്റെ ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നേ. അത് കറക്റ്റ് ആയിട്ട് എക്സസൈസും ഭക്ഷണവും ഒക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉണ്ടായുള്ളൂ. ഇപ്പൊ കിഡ്നി സ്റ്റോണിന്റെ പിന്നാലെയായി നടത്തും. അതെ, അതാണ് പ്രശ്നം. നമ്മൾ ഇതുപോലെ ഓരോന്ന് കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്താണ്. ഇപ്പൊ കുറച്ച് നാൾ മരുന്ന് കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ജീവിതശൈലി കറക്റ്റ് ആക്കാനായിട്ടുള്ള മടി കൊണ്ടാണ് ഇങ്ങനത്തെ സിമ്പിൾ ടിപ്സുകൾ നമ്മൾ നോക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അസുഖത്തിന് മാത്രമല്ല അവിടെ ബുദ്ധിമുട്ടാകുന്നേ, വേറൊരു അസുഖം നമ്മൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു സംഭവം എനിക്ക് ക്ലിനിക്കിൽ വന്ന 2 പേഷ്യൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഇരുമ്പമ്പുളി ജ്യൂസ് അടിച്ച് കുടിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, കാരണം അതിൽ ഓക്സലേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരും. ഇത് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കിഡ്നിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വളരെയധികം കൂടി വരാനായിട്ടും തുടങ്ങും. അപ്പോൾ ഒരു അസുഖത്തിന് ജീവിതശൈലി റെഡിയാക്കാനായിട്ടും മരുന്ന് കഴിക്കാനായിട്ടും ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ വിരലിലെണ്ണാൻ പറ്റാത്ത അസുഖങ്ങളായിട്ട് നടക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ഏതെങ്കിലും യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഉണ്ടോ? ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണാനായിട്ട് ആയുർജൻ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്താൽ മതി. ഇതുപോലത്തെ നല്ല ടിപ്സുകൾ, കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള അഡ്വൈസുകളൊക്കെ അവർ പറഞ്ഞു തരും.